ഹായ് എവരിവൺ. ഇന്ന് ജൂലൈ 28 പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ബട്ട് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ബുള്ളിഷോ ബെയറിഷോ ആയിട്ടില്ല. നല്ലൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡലിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇന്നത്തെ ഫുൾ ത്രൂ ഔട്ടുള്ള ക്യാൻഡൽ, ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഓൾമോസ്റ്റ് 24,040 വരെ മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിലും അതേപോലെ 23,980 ആ റേഞ്ച് വരെയാണ് ഓൾമോസ്റ്റ് മാർക്കറ്റ് ലോ വന്നത്. ഓക്കെ, അപ്പം ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ബിഹേവിയർ ഉണ്ടായിരുന്നത്. വളരെ നേരമായ ഒരു ബിഹേവിയർ ആണ്. അപ്പം നാളെ ഇന്ന് എക്സ്പയറിയും കൂടിയായിരുന്നു. അതാണ് വളരെ സൈഡ് വൈസ് ആയ മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നാളത്തേക്ക് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ നാളത്തേക്ക് എങ്ങോട്ടേക്കായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഓൾറെഡി എക്സ്പയറി ആയിരുന്നു, ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അപ്പം നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 2480 ആ ഒരു, ഇല്ലെങ്കിൽ 24,120 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പം നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24,250 ആണ് ഓൾമോസ്റ്റ് നിഫ്റ്റി റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാം. പലപ്പോഴായിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്ത് വന്ന റേഞ്ചാണ് 24,250 എന്ന് പറഞ്ഞ് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാൻ, മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് പോയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അതല്ല, മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ബെയറിഷിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസും കൂടിയുണ്ട്. 23,800 വരെ മാർക്കറ്റ് ഒന്ന് താഴെ വന്നിട്ട് അവിടെ നിന്ന് പ്രീവിയസ്ലി നല്ലൊരു സപ്പോർട്ട് ലെവലും കൂടിയാണ് 23,800 എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് തിരിച്ച് ബൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം രണ്ട് രീതിയിലാണ് ഒന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24,250 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ല, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഒരു രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അപ്പം ആ രീതിയിൽ, ഇല്ലെങ്കിൽ ബെയറിഷ് നോട്ടിലേക്കാണ് മാർക്കറ്റിൽ രാവിലത്തെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ 23,800 മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ആണ്. അത് സെക്കൻഡറി ആണ്. ഓൾമോസ്റ്റ് ബുള്ളിഷ്നെസ് ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇവൻ ക്രൂഡ് ഓയിൽ പ്രൈസ് ഒക്കെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ലാസ്റ്റ് 3 days ആയിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇന്നും ഓൾമോസ്റ്റ് ഒരു 1% ആണ് ക്രൂഡ് ഓയിൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ടെൻഷൻസ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് എന്നാലും മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ ഒരു ബുള്ളിഷ്നെസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എക്സ്പയറി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ബുള്ളിഷ്നെസ് കാണിക്കാതെ. അപ്പം നാളെ ഫ്രഷ് എക്സ്പയറി ആണ്, ഓഗസ്റ്റിൻ്റെ എക്സ്പയറി ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പൊസിഷൻസ് ഒക്കെ നാളെ ബിൽഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത്, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവിലാണ്, ഓൾമോസ്റ്റ് 300 പോയിന്റ്സ് നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു ബെയറിഷ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബട്ട് നിയർ ബൈ ഉള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 57,400 ആണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ഉള്ളത്. അതേപോലെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ലോ ഒരു സപ്പോർട്ടായിട്ട് എടുക്കാം. അതേപോലെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 56,100 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട്, ഇല്ലെങ്കിൽ 56,000 എന്ന് തന്നെ എടുക്കാം. നിങ്ങൾക്ക് 56,000 തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ മിഡ് ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പ് കുറച്ചും കൂടെ കുഴപ്പമില്ല. ഇന്ന് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് തന്നെയായിരുന്നു. കുറച്ചുകൂടെ നിഫ്റ്റിനെക്കാട്ടെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഇന്നൊരു ബെയറിഷ് നോട്ട് രാവിലെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ നിന്ന് പിന്നെ ഓൾമോസ്റ്റ് ആദ്യത്തെ 1 hour ബെയറിഷ് ആയിരുന്നെങ്കിൽ പോലും അവിടെ നിന്ന് പിന്നെ സൈഡ് വേസ് മൂവ്മെന്റിലാണ് ഇന്ന് മാർക്കറ്റ് എൻഡ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ക്രൂഡ് ഓയിൽ നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ്, അല്ലെങ്കിൽ തേഴ്സ്ഡേ തൊട്ട് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോഴും ഡേയ്സ് ലോവിൻ്റെ ആ റേഞ്ചിലാണ് ഉള്ളത്. അപ്പം കറൻ്റ്ലി മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസസ് കാണുന്നത്. അപ്പം എന്താണ് നിഫ്റ്റിയിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞ് മാർക്കറ്റ് അവിടെ പിടിച്ചു നിർത്തിയത്, ഇല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ആയിട്ട് പോലും നിഫ്റ്റി അത്ര വലിയൊരു നെഗറ്റീവ് കാണിക്കാത്ത എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് IT നല്ലൊരു റാലി ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3% റാലിയാണ് നിഫ്റ്റി IT സംഭവിച്ചത്. ഓൾമോസ്റ്റ് ബാക്കിയുള്ള ബ്രോക്കറേജ് കാര്യങ്ങളൊക്കെ നിഫ്റ്റി IT നല്ല രീതിയിൽ മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള
ചാൻസസ് കാണുന്നത്. ടാർഗറ്റ് പ്രൈസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും മേലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കമ്മിങ് ഡേയ്സിൽ IT കാണുന്നത്. അപ്പോൾ കുറച്ചൊക്കെ AI ആ ടെൻഷൻസ് ഒക്കെ ഒഴിവായി വരുന്നുണ്ട് നിഫ്റ്റി IT ആണ് ഈ ഒരു വർഷത്തിൽ ഏറ്റവും ഔട്ട് പെർഫോം അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം അതാണ് ഇപ്പം ഓൾമോസ്റ്റ് തിരിച്ച് റിക്കവറിങ് ഫേസിലേക്ക് വരുന്നത്. ഇപ്പം ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ് ചെയ്ത വേറെ സെക്ടർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി നല്ലൊരു ടെക്നിക്കൽ മൂവ്മെന്റ് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു, നല്ല രീതിയിൽ റാലി ചെയ്തു, പിന്നെ ഒരു കൺസോൾട്ടേഷൻ, നെക്സ്റ്റ് ഒരു മാർക്കറ്റ് ഒരു അവസാനത്തെ ലെഗിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് 2% മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി. അതേപോലെ ഡിഫൻസ് ആണ് ഇന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയത്. രാവിലെ പെട്ടെന്നൊരു കോളും അത് കഴിഞ്ഞ് മാർക്കറ്റ് അവിടെ ഒരു കൺസോൾട്ടേഷനുമാണ് സംഭവിച്ചത് നിഫ്റ്റി ഡിഫൻസിൽ. അപ്പോൾ നിഫ്റ്റി ഡിഫൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് അവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നടത്തുന്നത്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, മാർക്കറ്റ് റാലി ചെയ്യാതെ ഒരു ഏരിയ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള ചാൻസസ് നിഫ്റ്റി ഡിഫൻസിൽ കാണുന്നുണ്ട്. അതേപോലെ ഇന്ന് മേജറായി മാർക്കറ്റിൽ മൂവ്മെന്റ് ചെയ്ത 2 സ്റ്റോക്സുകൾ നമുക്ക് നോക്കാം. ഒന്ന് സ്വിസ്ലോൺ ആണ്. സ്വിസ്ലോൺ ഓൾമോസ്റ്റ് 9.6% ആണ് ഇന്ന് മാർക്കറ്റിൽ ഫോൾ ചെയ്ത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. റിസൾട്ട് പ്രതീക്ഷ പോലെ എസ്റ്റിമേഷൻ ഒന്നും പ്രോപ്പറായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 10% സെക്കൻഡ് ഹാഫിൽ ഫോളിയാണ്. അപ്പോൾ സിസ്റ്റോണിന്റെ റിസൾട്ട് വന്ന് ഓൾമോസ്റ്റ് 12 o'clock 1 o'clock ആ റേഞ്ചിലാണ് സിസ്റ്റോണിന്റെ റിസൾട്ട് വന്ന്. അത് കഴിഞ്ഞ പാടെ മാർക്കറ്റിൽ നല്ലൊരു രീതിയിൽ ഓൾമോസ്റ്റ് 9% ആണ് സിസ്റ്റോൺ ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ ഡ്രോപ്പ് ചെയ്തത്. സിസ്റ്റോണിന് അപ്പം ഇനിയും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസസ് കാണും. ഇവിടെ കുറേ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നിഫ്റ്റിയിൽ സിസ്റ്റോണിന് കുറച്ചും കൂടെ താഴോട്ട് വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതേപോലെ കൊഫോജിൽ ഇന്നലെ റിസൾട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ പോലും മാർക്കറ്റ് പിന്നെ നല്ല രീതിയിൽ തന്നെ ഇന്ന് ഐ ടി പെർഫോം ചെയ്തുകൊണ്ട് തന്നെ കൊഫോജിലും ഓൾമോസ്റ്റ് 10% മൂവ്മെന്റ് ഓൾമോസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം കൊഫോജ് ആണ് ആക്ച്വലി IT കുറച്ചും കൂടെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഓൾമോസ്റ്റ് 3% ഒക്കെ പുഷ് ചെയ്ത് കൊഫോജ് എന്ന് പറയും. അതേപോലെ TCS, ഇൻഫോസിസ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റിയിലെ വ്യൂ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് നാളെ ഫ്രഷ് എക്സ്പയറി ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 250 ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം ഒരു ബുള്ളിഷ് നോട്ടാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.